ഈ രീതിയിലുള്ള അശാസ്ത്രീയമായ വാർഡ് വിഭജനം അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അടക്കം എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, പ്രതിഫലിക്കാൻ പോകുന്നത്? അതിവ സ്വാഭാവികമായും ഈ വാർഡ് വിഭജനം നടത്തുമ്പോൾ ഇതിനോടകം തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. അതായത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അവർക്ക് അനുകൂലമായി ഈ ഡിലിമിറ്റേഷൻ നടത്തി എന്നുള്ളതാണ്. അതായത് ചില വാർഡുകളിൽ നിന്ന് വോട്ടർമാർ കൂട്ടത്തോടെ മറ്റ് ചില വാർഡുകളിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് തന്നെ ആ നിലയ്ക്കുള്ള പരാതികൾ വന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിക്കാൻ ഉതകുന്ന തരത്തിൽ വോട്ടർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന തരത്തിലുള്ള നീക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് സ്വാഭാവികമായും ഉയരുന്നത്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ അവരുടെ അനുഭാവികളെ കൂട്ടത്തോടെ മറ്റൊരു വാർഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ആ നിലയ്ക്ക് തിരിച്ചും മറിച്ചുമെല്ലാം തന്നെ മാറ്റം വരുത്തുക, ഇത് ഈ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വോട്ടെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കാനാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ആക്ഷേപങ്ങളും ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് വന്നു. നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്നും മറ്റു ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഈ സമാനമായ പരാതികൾ ഉയരുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ആക്ഷേപം കൂടി സർക്കാരിനെതിരെ ഉണ്ട്. അതായത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ, ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഡിലിമിറ്റേഷനിലെ വാർഡ് വിഭജനം നടത്തി എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പഠിക്കുന്നവർ പറയുന്നത്. ജനസംഖ്യാനുപാതികമായ പഠനം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 2011 ജനസംഖ്യ അല്ലെങ്കിൽ ഈ സെൻസസ് പ്രകാരമാണ് ഇപ്പോഴത്തെ വാർഡ് വിഭജനത്തിന് അടിസ്ഥാനമാക്കുന്നത്. എന്നാൽ അത് അശാസ്ത്രീയമാണ്, അത് പോരായ്മയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഈ വിവരങ്ങൾ കൃത്യമായി തന്നെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഒരു വാർഡിൽ എത്ര പേർ ഉണ്ട്, എത്ര പേർ ജനസംഖ്യ ഉണ്ട് എന്ന് കൃത്യമായ വിവരം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ വകുപ്പ് ഡയറക്ടർ ഓഫ് പഞ്ചായത്തിന്റെ സൈറ്റിലും ഈ നിലയ്ക്കുള്ള വിവരങ്ങൾ. അപ്പോൾ അത് പരിശോധിച്ചാൽ മാത്രം ഈ അശാസ്ത്രീയത, ഈ വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത സർക്കാരിന് തന്നെ ബോധ്യമാകാവുന്നതേ ഉള്ളൂ. ദിവ്യ.